ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം 34:1 ദാവീദ് പറയുന്നു, ഞാൻ എപ്പോഴും കർത്താവിനെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ ആദരത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, കർത്താവിനെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ സ്തുതിക്കും. കർത്താവ് എനിക്ക് സമ്പത്ത് നൽകിയാലും ഇല്ലെങ്കിലും ഞാൻ അവനെ സ്തുതിക്കും. അവൾ വിജയം നൽകിയാലും ഇല്ലെങ്കിലും ഞാൻ അവനെ സ്തുതിക്കും. അവ എനിക്ക് ആരോഗ്യം നൽകിയാലും ഇല്ലെങ്കിലും ഞാൻ അവനെ സ്തുതിക്കും. അവ എന്നെ രോഗിയാക്കിയാലും രോഗക്കിടക്കയിൽ കിടന്നും ഞാൻ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇതാണ് പ്രിയ സഹോദരനെ, കർത്താവിനെ അറിഞ്ഞ, അവന്റെ ശക്തിയെ മനസ്സിലാക്കിയ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ, അവന്റെ സ്നേഹം വീഴ്ചറിഞ്ഞ ദാവീദിന്റെ സാക്ഷ്യം ഇതുപോലെ ആവണം നമ്മുടെയും സാക്ഷ്യം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചില്ലെങ്കിലും അവനെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ നമുക്കാകണം. നമ്മുടെ ഹൃദയത്തിൽ അവനെ വസിക്കണം. അവനെ കുറിച്ചുള്ള നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയണം. അങ്ങനെ നമ്മുടെ ഹൃദയം ഒരു ആരാധനയുടെ സ്ഥലമായി മാറണം. അവിടെ കർത്താവ് വസിക്കണം. നന്ദിയുള്ള ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കും. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ഈ സന്ധ്യാസമയം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ മഹത്വപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളേവരുടെയും ഹൃദയങ്ങളിൽ വന്ന് മഹത്വപ്പെടുകയും നിങ്ങളുടെ ഹൃദയങ്ങളാൽ കർത്താവ് ആരാധിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ.